ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജാസ് സൈനുദ്ദീൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ. ഇന്ന് ഞാൻ എല്ലാവർക്കും പ്രശ്നം വരുന്നൊരു വിഷയമാണ് നെഗറ്റീവ് തോട്ട്സ് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, എന്നിട്ട് പോസിറ്റീവിലോട്ട് എങ്ങനെ നമുക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയിലൊക്കെ കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ അയക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ എപ്പോഴും നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന എന്നുള്ള ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു സബ്ജക്റ്റുമായിട്ട് വന്നിട്ടുള്ളത്. എനിക്ക് അനുഭവം വന്നിട്ടുള്ള കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളും വെച്ച് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇന്നത്തെ വീഡിയോയിൽ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് ചെയ്യണം. എന്നിലറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക, എനിക്ക് അനുഭവങ്ങൾ വന്നുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ വലിയ മോട്ടിവേഷൻ ആളൊന്നുമല്ല. എന്നിലറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. ആദ്യം തന്നെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളിടത്തോളം കാലം നമുക്കൊരു ഗതി പിടിക്കാൻ വഴിയില്ല. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് എന്ന് വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഉന്മേഷം ഇല്ലാത്തൊരു കാര്യമാണ്. പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു പവർ കാര്യങ്ങളുണ്ട്. അത് ചെയ്യണം, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത് കിട്ടും എന്നുള്ളൊരു ഇതാണ് പോസിറ്റീവായിട്ടുള്ളത്. പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം പവർഫുള്ളാണ് ആൾ. നമ്മൾ പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തി ആവണമെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പം വേറൊരാളുടെ നമ്മൾ നിന്ന് എന്തായാലും ചോദിക്കും, നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ആവും, ഇങ്ങനെ ആവുമോ അതെന്നൊക്കെ ചോദിക്കും. അത് നല്ലതാണോ? അപ്പോൾ നല്ല ഒരു വ്യക്തിയാണെങ്കിൽ അത് പോസിറ്റീവായിട്ട് ചെയ്താൽ നല്ലതാണ്, നിങ്ങൾ ചെയ്യൂ. നെഗറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അയാൾ പറയും അത് ചെയ്യണ്ട, അത് പൊട്ടിപ്പോകും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പം എൻ്റെ അനുഭവത്തിൽ തന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നെഗറ്റീവ് പറയുന്ന ആളുകളെ നമ്മൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവ് പറയുന്ന വ്യക്തികൾക്ക് നമ്മൾ മുൻഗണന കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എന്തും ചെയ്യാനുള്ളൊരു മനസ്സ്, ഇത് കൊലപാതകമോ അതേപോലെ മോഷണമൊന്നുമല്ല, നമ്മളല്ലാതെ കഷ്ടപ്പെട്ട് മുമ്പോട്ട് വരുന്ന ഒരു വ്യക്തിക്കും ഒരിക്കലും നെഗറ്റീവിലോട്ട് പോകാൻ കഴിയുകയില്ല. പോസിറ്റീവായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. നമുക്കിപ്പോൾ ഒരു ബൈക്ക് എടുക്കണമെന്ന് നമുക്ക് മനസ്സിൽ വന്നു, അപ്പോൾ നമ്മൾ എന്ത് ജോലിയും ചെയ്യാൻ ഉള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അതാണ് പോസിറ്റീവ്. അങ്ങനെ ചെയ്ത് നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ്. നമ്മൾ പരമാവധി നല്ല വ്യക്തികളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക, അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മളെ താഴ്ന്നു കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ നമ്മൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നല്ലത് പറഞ്ഞു തരുന്ന വ്യക്തികളെ നമ്മൾ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ആക്കുക. അതുപോലെ തന്നെ നമുക്ക് ഏതൊരു ജോലി ചെയ്യണം എന്നുള്ളൊരു മനസ്സിന് ഒരു ധൈര്യം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല ഒരു നിലയിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ഇപ്പം ഞാൻ എല്ലാ പണിയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാം, എല്ലാ വർക്കും ഞാൻ ചെയ്യും. നമുക്ക് പൈസ മതി എന്നും പറഞ്ഞാൽ മോഷ്ടിക്കാനോ അതുപോലെ പിടിച്ചു പറിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാതെ കഷ്ടപ്പെട്ട് വേർത്ത് നമ്മൾ കാശുണ്ടാക്കി നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക. അതുപോലെ നമ്മൾ നല്ല അറിവുകൾ എവിടെ നിന്നെല്ലാം അറിവ് കിട്ടാൻ പറ്റുമോ അവിടുന്ന് എല്ലാം നമ്മൾ അറിവുകൾ നമ്മൾ കൊണ്ടുവരിക. അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്നും ഉപകാരങ്ങളേ ഉള്ളൂ, ഉപദ്രവമില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വ്യക്തികളെയും ഈ മോട്ടിവേഷൻ ചെയ്യുന്ന ഓരോ വ്യക്തികളുടെയും ജീവിത ശൈലികളും കാര്യങ്ങളും നമ്മൾ കണ്ട് നമ്മൾ മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും പോസിറ്റീവ് എനർജി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമ്മൾ ഈ നെഗറ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പല ചിന്തകളായി പോകും. അയ്യോ എനിക്കത് ആവാൻ പറ്റിയില്ല, എനിക്കിതാവാൻ പറ്റിയില്ല. നമുക്ക് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല. മനുഷ്യർ വിചാരിച്ചാൽ ചെയ്യാവുന്നതെല്ലാം കാര്യങ്ങളേ ഉള്ളൂ. മനുഷ്യൻ വിചാരിച്ചാൽ മാത്രമേ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത പക്ഷേ നമ്മൾ താഴ്ന്ന് തന്നെ കിടക്കും. നമുക്ക് ഉയർന്നു പോകണമെങ്കിൽ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യം, നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫാൾട്ടായി പോകും. ആരും എല്ലാം അറിഞ്ഞുകൊണ്ടൊന്നുമല്ല വരുന്നത്. എല്ലാവരും
ഓരോ കാര്യങ്ങൾ അനുഭവിച്ചാണ് മുകളിലോട്ട് ഉയർന്നു വരുന്നത്. അതായത് ജനിച്ച ഉടനെ ആരും എല്ലാം കൊണ്ടുവരികയോ ജനിച്ച ഉടനെ ഡോക്ടറാവുകയോ ഒന്നുമില്ല. അതെല്ലാം പരിശ്രമിക്കുക. പരിശ്രമം എത്ര പരിശ്രമിച്ചാലും നമുക്ക് എന്നേലും ഒരു വിജയം വരും. പിന്നെ നമ്മൾ തലയിലൊരു എഴുതി വെച്ചിട്ടുണ്ട് പടച്ചവൻ, ആ എഴുത്ത് നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയുകയില്ല. അതാത് സമയത്ത് നമുക്ക് അതാത് കാര്യങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും. എന്നാലും നമ്മൾ ശ്രമിക്കണം. നമുക്ക് ഫുഡ് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇപ്പം വിശന്നു കഴിഞ്ഞാൽ പടച്ചവൻ കൊണ്ട് തരുമല്ല. പടച്ചവൻ ഒരിതാണ്, നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മുടെ വയലിലോട്ട് ചോറുണ്ണത്തുള്ളൂ. അതുപോലെ ഈ കാശുള്ളവനും കാശില്ലാത്തവനുമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശുള്ളവന് കൂടുതലായിട്ട് ഹാപ്പി കാര്യങ്ങൾ, അതുപോലെ ഉറങ്ങാനൊന്നും പറ്റാൻ ടെൻഷനായോ എനിക്ക് ആ പൈസ അങ്ങനെ ആയിപ്പോൾ ഇങ്ങനെ ആയിപ്പോൾ. പക്ഷെ പാവപ്പെട്ടെന്ന് വെച്ചാൽ അന്നൊന്ന് പോയി കഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവരുന്ന പൈസ എടുത്ത് നമുക്ക് ഫുഡ് കഴിച്ച് ബാക്കി പൈസ സേവിങ്സും ആക്കി, അതൊരു സന്തോഷമാണ്. പിന്നെ അവൻ്റെ കൂട്ട് നമുക്ക് ജീവിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ മുമ്പോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കും അതേ നിലയിലെത്താൻ കഴിയും. ഞാനൊക്കെ ഒരു സൈക്കിൾ പോലും മേടിക്കുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. ഞാൻ കുറേ കഷ്ടപ്പെട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊണ്ടുപോകുന്നു. അതുപോലെ നിങ്ങൾക്കും അതേപോലെ ആവാം. അതുകൊണ്ട് നിങ്ങൾ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ അവന് അങ്ങനെയാണ്, നമുക്കിതായില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ ഈ മൈൻഡ് അങ്ങ് മാറിപ്പോവും. നമുക്കിനി ജീവിതം മടുത്തു, ആത്മഹത്യ ചെയ്താലോ എന്നൊക്കെ ഈ നെഗറ്റീവ് കൊണ്ട് ഒത്തിരി ദോഷങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ പോസിറ്റീവ്, എനിക്ക് നാളെ ഇന്നതായി തീരണം, അവൻ ജീവിക്കുന്നുള്ള എനിക്കും ജീവിക്കണം എന്നുള്ളൊരു കാര്യത്തിലേക്ക് നമ്മൾ കടന്നാൽ മാത്രമേ മുൻപോട്ട് വിജയിക്കാൻ കഴിയുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും അതേപോലെ തന്നെ നെഗറ്റീവ് കാര്യങ്ങൾ ഒഴിവാക്കുക. നെഗറ്റീവായിട്ടുള്ള നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത വ്യക്തികളെ പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളെ കൂടുതൽ അടുപ്പിച്ച് നമ്മൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. നെഗറ്റീവായിട്ടുള്ള വ്യക്തികളെ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ പകുതി മുക്കാൽ ഭാവവും നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആയിത്തീരുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ജീവിതത്തിൽ ജീവിതം മടുത്തു എന്നുള്ള ഒരിത് എന്നുള്ള മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ മൈൻഡ് അങ്ങ് പൂർണ്ണമായിട്ട് മാറി. എനിക്കും ജീവിക്കണം എന്നുള്ളൊരു മൈൻഡ് നമ്മൾ എപ്പോഴും മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോഴേ നിങ്ങൾ പോസിറ്റീവായി. എനിക്ക് ജീവിച്ച് കാണിക്കണം ഒരു വ്യക്തിയുടെ മുൻപിൽ എന്നുള്ള ഒരു മൈൻഡൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാം കീഴ്പ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. കൂടുതലായി കേട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് ബോറായി പോകും. നമ്മൾ വലിയ മോട്ടിവേഷൻ ആളൊന്നുമല്ല. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും അടുത്ത സബ്ജക്റ്റായിട്ടും ഞാൻ വരുന്നതായിരിക്കും. ബൈ.